സ്റ്റോക്ക്ഹോമിൽ ജീവനക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കാനും സർഗാത്മകത കൂടുതൽ വർദ്ധിപ്പിക്കാനുമായിട്ട് ജീവനക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് ഒരു 30 മിനിറ്റ് ഇടവേള കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ പ്രിയ? അതായത് ജീവനക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കാനും അവർക്ക് സാധാരണമായിട്ട് ഉള്ള ജോലി മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് ഒരു അസാധാരണമായിട്ടുള്ള നയം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു കമ്പനി എന്നുള്ളതാണ്. ഈ കമ്പനിയെ പറ്റി പറയാം. അതിന് മുമ്പ് കൊണ്ടുവന്നിരിക്കുന്ന നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം ചെയ്യാനായിട്ട് 30 മിനിറ്റ് ഇടവേള അനുവദിക്കുകയാണ് ഈ കമ്പനി ചെയ്തത് എന്നുള്ളതാണ്. ഇതിന് അവർ ശാസ്ത്രീയമായ ഒരുപാട് കാരണങ്ങൾ നിരത്തുന്നുണ്ട് എന്നുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വിഷയം എന്താണ്, എറിക്ക ലസ്റ്റ് ഫിലിംസ് എന്ന സ്വീഡിഷ് കമ്പനിയാണ് ഈ ജീവനക്കാർക്ക് പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നത്. സ്വയംഭോഗം ചെയ്യാൻ 30 മിനിറ്റ് ഇടവേളയാണ് കമ്പനി നൽകുന്നത്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ജോലി സ്ഥലത്തെ പിരിമുറക്കം കുറയ്ക്കുന്നതിനുമാണ് ഇത് നടപ്പിലാക്കിയതെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. അഡൽട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് എറിക്ക ലസ്റ്റ്. ഇവിടെ 40-ലധികം ജീവനക്കാരുണ്ട്. COVID-19 തുടങ്ങിയ 2020 മുതലാണ് ഈ നയം കൊണ്ടുവന്നതെന്നും ആദ്യം ഒരു പരീക്ഷണമായി തുടങ്ങിയ 30 മിനിറ്റ് ഇടവേള 2022 മെയ് മുതൽ കമ്പനിയുടെ ഭാഗമാക്കിയെന്നും അധികൃതർ പറയുന്നുണ്ട്. 2021 അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് ഇവരുടെ ടീം വലിയ സമ്മർദ്ദത്തിലായി. ആ സമ്മർദ്ദത്തിലായതോടുകൂടി തന്നെ ഇതിലെ ജീവിതത്തിൽ കോവിഡും ഈ പറയുന്ന പ്രശ്നങ്ങളുമൊക്കെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവർ തിരിച്ചറിയാൻ തുടങ്ങി. ആ തിരിച്ചറിവാണ് ഈ ഇത്തരത്തിലുള്ള പുതിയ നയങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് കാരണമായത്. പലർക്കും ജോലിയിൽ ശ്രദ്ധ പോകാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധ പോവുകയും ഇവർ സമ്മർദ്ദത്തിലാവുകയും ജോലിയുടെ എഫിഷ്യൻസി കുറയുകയും പ്രൊഡക്ഷൻ ക്വാളിറ്റി നഷ്ടമാവുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് കമ്പനിയുടെ ഉടമ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന 30 മിനിറ്റ് ഇടവേള കൊടുത്തിട്ട് ആ സമയത്ത് ഈ പറയുന്ന സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനാവുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഡോക്ടർമാരും പറയുന്ന കാര്യമാണ്. സ്വയംഭോഗം ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മളുടെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുമെന്നും നമ്മൾക്ക് ഒരുപാട് ഉന്മേഷം തരുമെന്നും ഒക്കെ പറയുന്ന വസ്തുത തന്നെയാണ്. അതായത് ഇതിനകത്ത് ജീവനക്കാർക്ക് സെക്സ് ടോയ്സ് ഉൾപ്പെടെ നൽകാൻ 2022 എറിക്ക കമ്പനി ജർമ്മൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി അവർ ഈ പറയുന്ന ഓഫീസിലേക്ക് സെക്സ് ടോയ്സ് കൊണ്ടുവന്നിരുന്നു. കെമിസ്റ്റ് ഫോർ യു നടത്തിയ ഒരു സർവേയിൽ 14% ആളുകൾ ജോലി സമയത്ത് സ്വയംഭോഗം ചെയ്യുന്നതായി വെളിപ്പെടുത്തിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ കമ്പനി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ലസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എറിക്ക ലസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡൽട്ട് ഫിലിം മേക്കിംഗ് കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ കണ്ടൻറ്റും ആ വിധത്തിലുള്ളതാണ് എന്നുള്ളത് കൂടെ കൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മനുഷ്യ ചോദനകൾ അവരെയും ബാധിക്കാം. അങ്ങനെ ബാധിക്കുമ്പോൾ അതിൽ നിന്ന് കൂടി ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ശരിക്കും ഒരു ആരോഗ്യവാനായ മനുഷ്യന് കൃത്യമായിട്ടുള്ള ലൈംഗിക ചോദനകൾ ഉണ്ടാവും. അതിനനുസരിച്ച് തന്നെ അവൻ്റെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അത് സ്വാഭാവികമായിട്ടും അത് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കുന്നതോടുകൂടി തന്നെ ആ സമ്മർദ്ദം ഒഴിവാകുകയാണ്. അവിടെ ചിന്തിക്കേണ്ടത് അതാണ്. ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിന് സാധ്യതയില്ലാത്തവരായിരിക്കാം, ഇല്ലെങ്കിൽ അവിവാഹിതരായിരിക്കാം, ഇല്ലെങ്കിൽ കാമുകിയമാരോ പ്രണയിനികളോ ഇല്ലെങ്കിൽ കാമുകനോ ഇല്ലാത്തവരായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ബയോളജിക്കലായിട്ടുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇത്തരം മാർഗ്ഗങ്ങൾ വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്തവരുമുണ്ട്. സെക്ഷൻ നമ്മൾ ഈ പറയുന്ന ലൈംഗിക വിഭാഗങ്ങൾ, ലൈംഗികമായിട്ടുള്ള പലതരത്തിൽ ഓരോരുത്തരുടെയും നമ്മുടെ ഈ പറയിലേക്ക് വിരലിലെ രേഖ ഓരോരുത്തരിലും വ്യത്യസ്തമാണെന്ന് പറയും. അതുപോലെ ഹസ്തരേഖകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാകുന്നത് പോലെയാണ് ലൈംഗികത ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന LGBTQI+ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ പല വിഭാഗങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഈ പല വിഭാഗങ്ങളെ പറ്റി പറയുമ്പോഴും ശരി തന്നെ ഇതിനകത്തുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ അതിലും വ്യത്യസ്തമുണ്ട്. ഈ പറയുന്ന ലൈംഗിക അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ആളുകളുടെ ഓരോ വ്യക്തിയുടെയും മനുഷ്യരിൽ ഓരോരുത്തരുടെയും ലൈംഗികത എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. അത്തരത്തിൽ വ്യത്യസ്തമായ ലൈംഗികതകളാണ് ഉള്ളത്. അതായത് ഓരോരുത്തരിലും അത് വിഭിന്നമായിരിക്കും എന്നുള്ളതാണ്. ഈ ലൈംഗിക വൈകൃതത്തിൻ്റെ കാര്യമല്ലല്ലോ പറയുന്നത്, അത് അല്ല എന്നുള്ളതാണ്.
പക്ഷേ അസെക്ഷലായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് മുതൽ സെക്സിൻ്റെ അങ്ങേയറ്റം ആസ്വദിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ലൈംഗിക വൈവിധ്യങ്ങളെയെല്ലാം തന്നെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് പൊതുവിൽ നമുക്ക് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ സമൂഹം അത്തരത്തിൽ അംഗീകരിക്കുന്നതല്ല. ഇതിപ്പോൾ സ്വീഡനിലായതുകൊണ്ടാണ്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ചട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതെ, അതാണ് ഞാൻ പ്രിയൻ പറഞ്ഞപ്പോൾ ആലോചിച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കില്ല, അത് ഉൾക്കൊള്ളാനും പറ്റില്ല. ലൈംഗികത പോലും പാപമായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അതിനെ പറ്റിയിട്ട് പക്ഷേ നമ്മുടെ സംസ്കാരമൊന്നുമല്ല കേട്ടോ. സംസ്കാരത്തിൽ ഇതിനെയൊക്കെ വളരെ രീതിയിൽ ആസ്വദിച്ചിരുന്ന, അതിന് വ്യക്തമായ പ്രാധാന്യമുള്ള, അതിന് ഡിവൈൻ ടച്ചുള്ള, ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളുടെ ഇതിലെല്ലാം തന്നെ പറയുന്നത്. ലൈംഗികതയ്ക്ക് കൃത്യമായ പ്രാധാന്യവും നമ്മളുടെ ഈ പറയുന്ന സംസ്കാരത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന യൂറോപ്യൻ കൾച്ചറാണ് ശരിക്കും പറഞ്ഞാൽ വൈസ് മാൻ സപ്രസ് എന്ന് പറയുന്ന ഒരു തോട്ടുള്ളത്. ബുദ്ധിയുള്ള മനുഷ്യനില്ലെങ്കിൽ ഈ പറയുന്ന വിവേകിയായ ആൾ ഇതെല്ലാം സപ്രസ് ചെയ്യും. അങ്ങനെ സപ്രസ് ചെയ്യേണ്ട കാര്യമല്ല ലൈംഗികത എന്നുള്ളത് പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അതിനെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ ലൈംഗികതയെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കൊല ചെയ്യുന്ന കുറ്റമുള്ള രാജ്യങ്ങൾ വരെയുണ്ട്. അതായത് ലൈംഗികമായിട്ട് ഇതര ബന്ധമുണ്ടായാൽ പോലും, ഈ പറയുന്ന അവിഹിത ബന്ധങ്ങളോ ഏതെങ്കിലും ഒന്നുണ്ടായി കഴിഞ്ഞാൽ അത് കുറ്റമായി കണ്ട് കൊലപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ പോലുമുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട് എന്നിരിക്കെയാണ് ഒരു കമ്പനി അവിടുത്തെ ജീവനക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ട് സ്വയംഭവം ചെയ്യാൻ 30 മിനിറ്റ് അനുവദിക്കുന്നത്. പക്ഷേ ഒരു തരത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് യുവജനങ്ങൾ അത് പല രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് മോശമായ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാനല്ല, എല്ലാത്തിനെയും ആ ഒരു തൃഷ്ണയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രീതിയിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടാകില്ല. സാധ്യതയുണ്ട്. അതായത് ഇതിപ്പോൾ പോണിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പോൺ എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യം, അത് മോശം കാര്യമൊന്നും പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ പോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോൺ തെറ്റിദ്ധാരണകൾ കൊടുക്കും. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ പറയുന്ന പോൺ അഡിക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും കൊടുക്കുന്നത്. ഇവരുടെ ബുദ്ധിയുടെ കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റി നടക്കില്ല. അതിൽ മാത്രം സെക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്നുള്ളതാണ്. അത് പെർവർഷനിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈകൃതങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് പോകും. ശരിയായ രീതിയിലുള്ള ഒരു ആരോഗ്യകരമായ ലൈംഗിക സംസ്കാരം ഉണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാത്ത ഇടത്ത് ഇത് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ, ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും എന്നുള്ളത്. തെറ്റായ സ്ഥലത്ത് ലൈംഗികതയെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സന്ദേശമായിരിക്കില്ല കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനാണ് അതിന് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സംസ്കാരം ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ഗാർഹസ്ഥ്യം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ആശ്രമം എന്ന വാക്കിനർത്ഥം മോക്ഷത്തിലേക്കുള്ള പാത എന്നാണ്. അപ്പോൾ ഗൃഹസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശ്രമമാണ്, ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞിട്ട് മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് ചരിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഈ പറയുന്ന വാനപ്രസവം കഴിച്ച് സന്യാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ ഘട്ടത്തിലാണ് ഇത് ആവശ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡെഫിനിഷനുണ്ട്. നമ്മൾ ആവശ്യത്തിന് ആ പ്രായത്തിൽ ഉപയോഗിക്കുന്നതിന് ശേഷം അതിൻ്റെ താല്പര്യം കുറഞ്ഞു വരണം എന്നുള്ളതാണ്. പക്ഷേ പ്രായമായാലും കുറയണമെന്നില്ല. ഈ പറയുന്ന സ്വാഭാവികമായിട്ട് മനുഷ്യൻ അങ്ങനെ ഒരു പ്രായത്തിനനുസരിച്ച് കൂടുന്നവരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തർക്കും, ഞാൻ പറഞ്ഞില്ലേ, ഫിംഗർ പ്രിൻ്റ് എപ്രകാരമാണോ അതുപോലെ തന്നെ ഓരോരുത്തരിലും ഇത്തരം ചിന്തകൾ വ്യത്യസ്തമായിരിക്കുന്നു. അതിൻ്റെ വൈവിധ്യമാണ് ഈ മനുഷ്യ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ വൈവിധ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിചിത്രമായ ഒരു നയം ഒരു കമ്പനി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കൗതുകകരമായ ഒരു വാർത്തയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് പറയുന്നത്.